ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ലേഷ്ലച്ചൂസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഇവിടെയുള്ളൊരു അമ്പലം, അതായത് പാഴൂർ അമ്പലം എന്നൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പോവുകയാണ്. മഹാദേവ ക്ഷേത്രം കേട്ടോ. എനിക്ക് കുറേ നാളോടുള്ള ആഗ്രഹം, എനിക്ക് തോന്നുന്നൊരു 10-15 വർഷത്തോളമായിട്ടുള്ള ആഗ്രഹമെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഷാലേട്ടനെ സ്നേഹിക്കുന്ന ആ ടൈമിൽ തന്നെയുള്ള ആഗ്രഹങ്ങളാണ്. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ, ഇവിടെ ഈ ഇച്ചിരിക്കുള്ള മുടിയിൽ എന്തേ കാണിക്കണേന്ന്. ഇത് മുടി ഒന്ന് ചെയ്യുക കേട്ടോ, പിന്നെ ഒന്ന് ഡ്രൈ ചെയ്യുവാണ്. അല്ലെങ്കിൽ പാറിപ്പറന്ന് ഒരുമാതിരി കോലത്തിലായിപ്പോൾ, അല്ലെങ്കിൽ തന്നെ കാണാൻ വല്ല കോലവും മെന ഉണ്ടെങ്കിൽ പിന്നെയും പറയാം. ഇതിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോകണം. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചായിരുന്നു ഏതാണ് ഇത്. എൻവൈബയുടെ ഏതോ ഒരു ഷെയ്ഡാട്ടോ. പക്ഷെ നല്ലതാണ്. ഇതിനകത്ത് ഒന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സംഭവമൊന്നും വേണ്ട, എനിക്കൊരു ലിപ്സ്റ്റിക്കിന് മാത്രം, നമ്മുടെ ബീന ആൻ്റണി പറയണ കേട്ടിട്ട് ഒരു ലിപ്സ്റ്റിക്ക് മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മൾ പോണ വഴി കേട്ടോ. കാറിന് പോകുന്ന ആദ്യം വിചാരിച്ചത്, പിന്നെ നമ്മൾ വിചാരിച്ച് പെട്രോൾ ആവശ്യത്തിന് വെറുതെ കളയണം, അപ്പോൾ അതുകൊണ്ട് ബൈക്കിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈക്കിലാണ് പോകുന്നത്, ചേട്ടൻ്റെ വണ്ടിയില്ല. അപ്പം ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഇത് ഈ വ്യൂ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞ ദിവസം എന്തെങ്കിലും ചെറിയൊരു ഷോർട്ടിലിട്ടായിരുന്നു, പാടത്തിൻ്റെ ഭാഗം. അപ്പോൾ ഇതാണ്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹെൽമെറ്റ് വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് മാറ്റാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പിറവത്തുള്ള പാഴൂരമ്പലം കേട്ടോ. മഹാദേവ ക്ഷേത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ഷേത്രം. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഇവിടെ ഒന്ന് വരണമെന്ന്. പക്ഷേ എനിക്കിനകത്ത് കുറച്ച് സങ്കടവും കൂടി ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ല. നമ്മളിവിടെ ഓൾറെഡി എത്തിയപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു 6 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ കേട്ടോ. നോക്കിയത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അത് അപ്പുറത്ത് കാണുന്നത് കണ്ടോ, അത് ഇവിടുത്തെ പുഴയാണ്. ഇവിടെ എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും. ഇത് ആ ഏരിയയിലൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നത്, പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും നടന്നില്ല. പിന്നെ അകത്തോട്ട് കയറുന്ന വ്യൂ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിപ്പോൾ പാത്തു മുടി കൊടുക്കുവാണ്. ഹെൽമെറ്റ് എന്താണ്, പാത്തുവിന് ഹെൽമെറ്റ് ഇല്ല, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ കേട്ടോ. ഇത് നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി. ശരിക്കും ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര എന്താ നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏകദേശം ഒരു പുറകിലത്തെ ഒരു വ്യൂ കേട്ടോ. വണ്ടി പാർക്കൊക്കെ ചെയ്യണത് ഞാൻ പാത്തിനോട് ചിരിക്കാൻ പറഞ്ഞതാണ്. പാത്തിനെ കണ്ടപ്പോൾ ഇതിന് ഭയങ്കര ഇഷ്ടമായി. കാരണം ഓടിക്കളിക്കാനായിട്ട് ഒത്തിരി ഇടമുണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാപ്പി ഇതൊക്കെ കണ്ടിട്ട് എന്തോ അത്ഭുതപ്പെട്ട രീതിയിൽ നോക്കണം. അതേ നോക്കിക്ക് ആ പുഴ കണ്ടോ, എന്ത് രസമെന്ന് അറിയാമോ. സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ പോയി ഇരിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴത്തേന് ലേറ്റായിപ്പോയി, അതാണ് പറ്റിപ്പോയത്. പാത്തുവിൻ്റെ അടുത്ത് ഞങ്ങൾ ചെരുപ്പ് വരാൻ പറഞ്ഞു കേട്ടോ. ചെരുപ്പ് വരാൻ പറഞ്ഞിട്ട് പാത്തു ചെരുപ്പ് വരില്ല. പിന്നെ ഇവിടെ ഏതൊക്കെ പ്രതിഷ്ഠ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ രൂപമുണ്ട്, പിന്നെ അയ്യപ്പനുണ്ട്, പിന്നെ ഭദ്രകാളിയുണ്ട്, പിന്നെ സർപ്പക്കാവുണ്ട്, എന്താണ് അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ അതേണ്ടത് ഒരു നൈറ്റ് വ്യൂ ആട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം വന്ന് നമുക്കൊന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലാണ്. വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു ഫീലാണ് ഈ പ്ലേസൊക്കെ. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും ലേറ്റ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ 7 മണി വരെ ഒന്നും സന്ധ്യ ആയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഇതൊരു 7:30 ആയപ്പോഴുള്ള വ്യൂ ആണ്. അപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ, സന്ധ്യ അങ്ങ് മങ്ങണേ ഉള്ളൂ. അതായത് ഈ വൈകുന്നേരം അങ്ങോട്ട് സന്ധ്യ രാത്രിയിലോട്ടങ്ങ് കടക്കുന്നതേ ഉള്ളൂ. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് അമ്പലം. ഞങ്ങൾ ഏതൊരു അമ്പലത്തിൽ പോയാലും അവിടെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെല്ലുന്ന ദിവസം അവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം ഉണ്ടാവും കേട്ടോ. ഏതൊരു അമ്പലത്തിൽ ആദ്യമായിട്ട് പോയാലും അത് ശരിക്കും ദൈവാനുഗ്രഹം തന്നെ പറയാമല്ലോ നമുക്ക്. ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ പ്രദോഷണ ദിവസം കൊണ്ടായിരുന്നു കേട്ടോ. ആണ്ടിലൊരിക്കലും വരുന്നു, അങ്ങനെ എന്തോ സംതിങ്. അത് അവിടുത്തെ അവിടെ അന്തേവാസി നമ്മളോട് പറഞ്ഞു തന്നായിരുന്നേ. അപ്പോൾ പാത്തുവാണെങ്കിൽ അവിടെ കിടന്ന് ഓട്ടം. ഇതൊക്കെ അവിടുത്തെ പുഴയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കാം, ഇരുട്ടായതുകൊണ്ട്. പകൽ സമയത്തായിരുന്നു നമുക്ക് കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു. നോക്കിയൊക്കെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയത് കാണാനായിട്ട്. ശരിക്കും ഈ അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാൻ തോന്നും. അതുപോലെയുള്ള ഒരു ഇടവാട്ടോ ഇത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെയൊക്കെ പറയുന്നത്. ഈ തൂക്കുപാലത്തിലൊക്കെ ഒത്തിരി ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഭയങ്കര സുന്ദരമായ ഒരു ഇടവാട്ടോ. ഈ ഭാഗത്ത് ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ഈ അമ്പലത്തിൽ ഒരു ദിവസം വരണം. നിങ്ങൾക്ക് നമ്മുടെ ശിവഭഗവാനെ കണ്ട് തൊഴുകയും ചെയ്യും. അതേപോലെ തന്നെ ഇവിടുത്തെ അകത്തെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. നമ്മളവിടെ നിന്നപ്പോൾ തന്നെ നമ്മുടെ പുണ്യാഹം എന്ന് പറഞ്ഞാൽ കരിക്കിലുള്ള പുണ്യാഹമൊക്കെ ആയിരുന്നു.
ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ തൂക്കുപാലോട്ട്. ഇവിടെയൊക്കെ നമുക്ക് വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. ഈ പുഴയുടെ ഭംഗിയൊക്കെ കണ്ട് നമുക്ക് അവിടെ ഇരിക്കാം. പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ആട്ടോ. ഇത് നമുക്ക് രാത്രി ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ അമ്പലത്തിൽ വരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരിക്കലും ഇവിടെ വന്ന് വരണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.